ഹലോ, ഇത് വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരു പേജാട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ വിൽക്കുന്ന ഒരു പേജ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇതിനകത്ത് നിന്ന് 2 ജോഡി ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനകത്ത് നിന്ന് ഓർഡർ ചെയ്യുന്നത്. അത്രയ്ക്ക് നല്ല എന്താ പറയുക, സ്റ്റിച്ചിങ്ങും കാണുമ്പോൾ തന്നെ നമുക്കൊരു പെർഫെക്ഷൻ തോന്നി, ഒത്തിരി ഇഷ്ടം തോന്നിയാണ് ഞാൻ 2 ജോഡി ഡ്രസ്സിനകത്ത് നിന്ന് ഓർഡർ ചെയ്തത്. പക്ഷേ ഇതിനു മുമ്പ് എനിക്ക് ഇതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല, അല്ല ആരും എടുത്ത് എന്നോട് പറഞ്ഞ് അങ്ങനെയൊന്നും ഓർഡർ ചെയ്തല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന വഴി ഞാൻ ഇങ്ങനെ ഒരു സൈറ്റ് കണ്ടു. അപ്പോൾ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും എല്ലാം നല്ല അടിപൊളി ഡ്രസ്സായിട്ട് തോന്നിയത് കൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട 2 എണ്ണമാണ് ഞാൻ ഓർഡർ ചെയ്തത്. എനിക്ക് കഴിഞ്ഞ ദിവസമാണ് കേട്ടോ റിസീവ് ചെയ്തത്. അപ്പോൾ അവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാനെങ്കിൽ പൈസ സാധാരണ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്താണ് മിക്കതും വാങ്ങിക്കുന്നത്, മീഷോയിലൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇതെന്തോ എനിക്ക് അത്ര പരിചയമില്ലാത്ത സൈറ്റാണ് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ആട്ടോ കൊടുത്തത്. കിട്ടുമില്ലെന്ന് ഡൗട്ടായിരുന്നു. കിട്ടുമില്ലെന്ന് മാത്രമായിരുന്നു കേട്ടോ എൻ്റെ മെയിനായിട്ടുള്ള ഡൗട്ട്. പൈസ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് പേടിച്ച് ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി എന്ന ഓപ്ഷനാണ് കൊടുത്തത്. അങ്ങനെ ഞാൻ 2 ബ്ലാക്ക് ഡ്രസ്സായിട്ട് ഓർഡർ ചെയ്തത്. എനിക്കതിൻ്റെ സ്റ്റിച്ചിങ് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും നല്ല ഭംഗി തോന്നിയതുകൊണ്ടാണ് ഞാനത് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം സാധനം കിട്ടിയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറിൽ പോയി പകരം വേറൊരു നമ്പറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ടും അതിൻ്റെ വാട്സപ്പിൽ അവർ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരെ തിരിച്ച് കോൺടാക്ട് ചെയ്താണ് ഞാൻ അവർക്ക് സാധനം വാങ്ങിച്ചത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു 6 ജോഡിയോളം പഴയ ടോപ്സിൽ നമ്മൾ ഉപയോഗിച്ച് പഴകിയ ടോപ്സിൽ അങ്ങനത്തെ ഒരു 6 ടോപ്പാണ് എനിക്ക് അന്ന് റിസീവ് ആയിട്ടുണ്ടായത്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുകയും ചെയ്ത്. പിന്നെ എന്താ പറയുക, എൻ്റെ ഒരു മണ്ടത്തരം. കാരണം എനിക്കൊരു പരിചയമില്ലാത്തൊരു സൈറ്റിൽ കയറി വാങ്ങിച്ച് അതെൻ്റെ മണ്ടത്തരം. ഞാൻ ആരോട് പറയാം, എന്താണ് റീഫണ്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്കെങ്കിലും പറ്റാതിരിക്കട്ടെ, അതിന് വേണ്ടിയാണ് ഞാൻ ഈ പേജ് ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കാരണം ഭയങ്കര നല്ല ഭംഗിയുള്ള ഡ്രസ്സും മോഡൽസും ഒക്കെയാണ് ഇവർ കാണിക്കുന്നത്. ആർക്ക് കണ്ടാലും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് നമുക്ക് ആ സ്റ്റിച്ചിങ് ഒക്കെ തോന്നും. അതുപോലെ ആ കളർ കോമ്പിനേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. പ്യുവർ കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലരെങ്കിലും ഓർഡർ ചെയ്യുന്നത് സാധാരണ ഞാൻ ഈ ഹേന്നും അല്ലെ ഫ്ലോറൻസ അങ്ങനത്തെ സ്ഥലത്ത് നിന്നൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക 100% വിശ്വസിക്കാൻ പറ്റിയ ഷോപ്പുകളാണ്, നമുക്കറിയാവുന്ന ഷോപ്പുകളാണ്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു മണ്ടത്തരം ഇതിനകത്ത് പറ്റുന്നത്, ഡ്രസ്സ് എടുക്കുന്നതിനകത്ത് പറ്റുന്നത്. എനിക്ക് ഒത്തിരി സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങളോട് പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് ആരെങ്കിലും ഈ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത്. 100% അത് ഫേക്കാണ്, നമ്മളെ പറ്റിക്കുന്ന ഒരു ഇതാണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് ഇവരെ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് പോലും നമുക്കല്ല. കാരണം ഞാൻ എനിക്ക് അയച്ച മെസ്സേജുകളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ കോൺടാക്ട് ചെയ്യാണ്ട് പറ്റണില്ല. സാധനം റിസീവ് ആയിക്കഴിഞ്ഞാൽ അതുവരെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, സാധനം എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഈ സാധനം വന്നതിന് ശേഷം ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് പറ്റണില്ല. പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ, പക്ഷേ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു ആപ്പിൽ നിന്നും ആരും ഡ്രസ്സ് വാങ്ങിക്കരുത്. നമ്മൾ ഈ കാണുന്ന ഭംഗിയൊക്കെ കണ്ട് നമ്മൾ ഓർഡർ ചെയ്യും. ഞാൻ ഓർഡർ ചെയ്യാനകത്ത് ഒരെണ്ണമാണ് ഈ കാണുന്നത്. എനിക്കിത് കാണുമ്പോൾ സങ്കടവും ദേഷ്യം വരും. പക്ഷേ വന്നത് ഞാൻ പറഞ്ഞല്ലോ 4 പഴയ എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് വേറൊരു പാറ്റേൺ ആയിരുന്നെങ്കിലും കുഴപ്പമില്ല. ഇത് ഉപയോഗിച്ച് പഴകിയ എനിക്ക് XXL, XXL സൈസിലെ ഒരു വലിയൊരു കോട്ടൺ ടോപ്പ്, പിന്നെ 2 പാൻറ്റ്, അതും നമ്മുടെ പഴയ മോഡൽ പാൻറ്റില്ലേ അങ്ങനത്തെ 2-3 പാൻറ്റ്, പിന്നെ ഒരു 3 ടോപ്പ്. അങ്ങനെയാണ് എനിക്ക് സാധനം വന്നേക്കണത്. 6 കഷ്ണം തുണി. അയ്യോ 6 എന്താ പറയുക, ഒരു 5-6-7 പ്രാവശ്യം ഇട്ട് അലക്കി ചിലതിനകത്തൊക്കെ മൊത്തം അഴുക്കും ഇതുമായിട്ട് ആകെപ്പാട് പൂടെയൊക്കെ പൊങ്ങി. അങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കണത്. ഏകദേശം 2000 രൂപയുടെ അടുത്താണ് എനിക്ക് പോയേക്കുന്നത്. കഴിവതും പരിചയമില്ലാത്ത ആപ്പിൽ നിന്ന് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാതിരിക്കും. ഡ്രസ്സ് എന്നല്ല, ഒരു സാധനങ്ങളും പർച്ചേസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്.